ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കുമോ എന്നതാണ് പ്രധാനം. അതേസമയം മതപരിവർത്തന നിരോധന നിയമത്തെ ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജ് രംഗത്തെത്തി. തെറ്റായ മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് മുൻ കോൺഗ്രസ് സർക്കാർ നിയമം കൊണ്ടുവന്നതെന്നും PCC അധ്യക്ഷൻ ദീപക് ബൈജ് 24 പറഞ്ഞു. छत्तीसगढ़ में भारतीय जनता पार्टी सिर्फ धर्मांतरण को एक चुनाव हथियार बना के इस्तेमाल कर रही है और सिर्फ वोट की ध्रुवीकरण वो कर रही है. निश्चित रूप से जिस तरह से घटनाएं घटी और भारतीय जनता पार्टी के अनुशासिक संगठन बजरंग दल ने जिस तरह से उनके साथ बर्ताव किया, जबरदस्ती की. അജീഷ് ജയകുമാറാണ് വാർത്തകൾ വരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട് മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, മനുഷ്യക്കടത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ആവർത്തിക്കുന്നു. പോലീസിനൊപ്പം ശക്തിയുക്തം നിൽക്കുന്നുണ്ട്. അമിത്ഷായുമായി ചർച്ചകൾ നടക്കുന്നു. എന്നെ വരില്ല എന്ന ഉറപ്പൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി ഇങ്ങനെ കന്യാസ്ത്രീകൾക്കെതിരെ നിരന്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഹൈക്കോടതിയിൽ എന്താണ് എന്നതാണ് ഇന്നത്തെ ഒരു പക്ഷേ ആകാംക്ഷ. അജീഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഹാഷ്മി. കാരണം കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത്, പ്രത്യേകിച്ച് BJP അടക്കം പറഞ്ഞിരുന്നത്, തങ്ങളുടെ മുഖ്യമന്ത്രി അടക്കം കണ്ടിരുന്നു, അതുകൊണ്ട് സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് വന്നപ്പോഴാണ് ഈ NIA ആക്ട് അത് ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് പ്രോസിക്യൂഷൻ ആണെന്ന് മനസ്സിലാവുകയും അത് കോടതി പിന്നീട് പരിഗണിച്ച് അത് തങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന കേസല്ല എന്ന് മനസ്സിലാക്കി ഇത് തള്ളുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ അമിത്ഷായെ കണ്ട പ്രതിപക്ഷ MPമാർ പറഞ്ഞത് അങ്ങനെ NIA ചുമത്താത്ത ഒരു കുറ്റം അത് സെഷൻസ് കോടതിക്ക് പരിഗണിക്കാനാവില്ലെന്ന് പറയാനാകില്ല എന്ന് അമിത്ഷാ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അവരുടെ മുന്നിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് MPമാർ പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ ഹർജി സമർപ്പിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ ഇവിടെ ഛത്തീസ്ഗഡിലെ തന്നെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള അമൃതം ദാസാണ് ഈ ഹർജി സമർപ്പിക്കുന്നത്. പ്രഗത്ഭനായ അഭിഭാഷകനെയാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന രാജ്കുമാർ തിവാരി എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ മാറ്റുകയും ചെയ്തു. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സഭയും കുടുംബാംഗങ്ങളടക്കമുള്ളത്. എല്ലാവരും ഈ റായ്പൂരിൽ തന്നെ ഉണ്ട്. ബിലാസ്പൂരിലുള്ള ഹൈക്കോടതിയിലാണ് ഈ ഹർജി സമർപ്പിക്കുന്നത്. ഇതിന്റെ സ്വാഭാവിക നടപടി അനുസരിച്ച് ഈ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് പരിഗണിക്കാനുള്ളൊരു സാധ്യതയില്ല. അത് ലിസ്റ്റ് ചെയ്ത് പിന്നീട് സർക്കാരിനോടക്കം നോട്ടീസ് അയച്ച് സർക്കാരിന്റെ അഭിപ്രായം ആരായതിനു ശേഷമായിരിക്കും ഇതിൽ വാദമടക്കം നടക്കുക. എന്തായാലും 2-3 ദിവസം എന്തായാലും വീണ്ടും കന്യാസ്ത്രീകൾ ജയിലിൽ തുടരേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസിന്റെ 5 MPമാർ കൂടി ഛത്തീസ്ഗഡിലേക്ക് വരുന്നുണ്ട്. അവർ ഡൽഹിയിൽ നിന്നാണ് എത്തുന്നത്. ഈ കന്യാസ്ത്രീകളെ അവർ ജയിലിലെത്തി കാണും. ഹൈബി ഈഡൻ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത്. കൂടാതെ LDFന്റെ ഭാഗത്ത് നിന്ന് PK ശ്രീമതി, CS സുജാത അടക്കമുള്ളവർ ഈ ഛത്തീസ്ഗഡിൽ തന്നെ തുടരുന്നുണ്ട്. അവരും ഇന്ന് ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കാണും, പിന്തുണ അറിയിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബാംഗങ്ങളും സഭയടക്കമുള്ളവർ. അമിത്ഷാ ഇന്നലെ MPമാർക്ക് നൽകിയ ഉറപ്പാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയിലെത്തുമ്പോൾ എതിർ സത്യവാങ്മൂലം നൽകില്ല, അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകില്ല എന്നുള്ളൊരു വിവരമാണ് MPമാർ പങ്കുവെക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ ഒരു കമലേശ്വരി പ്രധാൻ എന്ന് പറയുന്ന ഈ കേസിലെ നിർണായക മൊഴി, പോലീസിൽ ഈ 2 ഗുരുതര വകുപ്പുകൾ ചുമത്താൻ കാരണമായ മൊഴി നൽകിയ ആ പെൺകുട്ടിയുടെ ഒരു പ്രതികരണം ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ പെൺകുട്ടികൾ സർക്കാർ സംരക്ഷണയിലായിരുന്നു ഈ വെള്ളിയാഴ്ചത്തെ സംഭവത്തിന് ശേഷം കഴിഞ്ഞിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അവരുടെ മാതാപിതാക്കൾക്കൊപ്പം നാരായൺപൂരിലെ ഗ്രാമത്തിലേക്ക് വിട്ടത്. അതിനുശേഷം കൊടുത്തൊരു പ്രതികരണമാണ് അത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ളൊരു മൊഴി നൽകിയത് എന്നാണ് അവർ പറഞ്ഞത്. പോലീസിനെ പോലും ഭീഷണിപ്പെടുത്തിയാണ് ഈ കുറ്റങ്ങൾ ചുമത്തിയതെന്നും പറയുന്നുണ്ട്. ആ മൊഴി എന്തായാലും കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ്. അതും ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രതിഭാഗം ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.